ഇപ്പൊ ഇസ്രായേൽ ഇറാൻ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഫൈനാൻഷ്യൽ മാർക്കറ്റിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്ന എല്ലാവരും ഒരേപോലെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഷൈജുവിന്റെ ഒരു അഭിപ്രായം? ഫൈനാൻഷ്യൽ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഒരു വാർ നടക്കുമ്പോൾ എല്ലാവർക്കും അറിയാം എന്താ സംഭവിക്കുക. ബേസിക്കലി ഒരു കൺട്രീനെ സംബന്ധിച്ചിട്ട് ഡൗൺ ആവും. അതെ, ആ കമ്പനിയുടെ ബിസിനസ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവും. ഡൗൺ ആവും. അവിടെ ബിസിനസ്സും കാര്യങ്ങളും നടക്കത്തില്ല, എക്സ്പോർട്ടിങ് നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുക, ബേസിക്കലി ആ കൺട്രിയിൽ ഡോളറിന്റെ വാല്യൂ കുറയുന്നു. കുറയും. ശരിയല്ലേ പറഞ്ഞത്? ഓക്കെ. അപ്പൊ ഡോളറിന്റെ വാല്യൂ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഗോൾഡ് ഹൈ ആവുന്നാണല്ലോ ഒരു പ്രഡിക്ഷൻ എല്ലാവരുടെയും. അതെ, അതൊരു കോറിലേഷൻ മാത്രമാണ്. ഗോൾഡ് എന്ന് വെച്ചാൽ ഒരു സേഫായ അസറ്റാണ്, സേഫ് ആൻഡ് അസറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഡോളറിന്റെ വാല്യൂ കുറയുമ്പോൾ ഗോൾഡിന്റെ വാല്യൂ കയറുന്നൊരു ഒരു എന്താ പറയുക, ഒരു കോറിലേഷൻ മാത്രമാണ്. പക്ഷെ എപ്പോഴും അങ്ങനെ സംഭവിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഈ ഒരു വാറിനെ സ്റ്റാർട്ട് ചെയ്ത് ജൂൺ 13 സ്റ്റാർട്ട് ചെയ്തത്. അതെ. അപ്പോൾ ഓൾറെഡി ഇൻസ്റ്റിറ്റ്യൂഷന്റെ മൈൻഡ് സെറ്റ് ഇതിൽ വാറിന്റെ അത് എഫക്റ്റ് കഴിഞ്ഞു. പക്ഷെ കോറിലേഷൻ പ്രകാരം മുകളിലേക്ക് പോകുന്നതാണ് ഒരു കൺസെപ്റ്റ്. പക്ഷെ എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. കാരണം ഇപ്പൊ ഗോൾഡിന്റെ കേസ് പറയുകയാണെങ്കിൽ ഷോർട്ട് ടൈമിൽ ഗോൾഡ് ബിയറിഷ് ആണ്. എന്റെ ഒരു പേഴ്സണൽ വ്യൂ പറയുമ്പോൾ ഗോൾഡ് ഇനിയും ഡൗൺ വരാനും ചാൻസ്. പക്ഷെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഗോൾഡ് എപ്പോഴും ബുള്ളിഷ് തന്നെയാണ്. ഓക്കെ.